ഇല്ല ഇല്ല ഇറങ്ങില്ല. എത്ര സമയം എന്നറിയാമോ? അതാ പറഞ്ഞു. എത്ര നേരമാണ് നിനക്ക് ഇവിടെ കത്തിയിട്ട് നിൽക്കണം? ഞാൻ നേരത്തെ ഇറങ്ങി തന്നെ ഒരു റോളിക്കാരൻ കൊണ്ട് ആടത്തൊക്കെ പോയി പറയുന്നത്. അല്ല, ലോറിക്കാരെ ഇടിക്കാൻ വന്ന്. ലോറിക്കാരെ ഇടിക്കാൻ വന്ന് ഞാൻ കേട്ടല്ലോ. എനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടി കയറി പോവാ. പക്ഷെ കേൾക്കാത്തതാണോ അതോ കേൾക്കാത്തതായിട്ട് അഭിനയിക്കുന്നതാണോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ ആ ലോറിക്കാരൻ്റെ രക്ഷപ്പെട്ടത്. അതൊക്കെ ഭാഗ്യമാണ്, ഭാഗ്യം. പോവാം. അപ്പൊ കേൾക്കാത്തതായിരിക്കും. ഇവരെന്തിനു പൊളിക്കണ? പറടാ. എടാ, നിന്നെ റോള് ഇടിക്കാൻ വന്നെന്ന് കേട്ടോ, ശരിയാണോ? അങ്ങനല്ലത്. എങ്ങനല്ല, നിന്റെ ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇതൊക്കെ അറിയാൻ. അപ്പൊ ഇവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എടാ, ഒരു റോള് വിൽക്കാൻ കിടപ്പുണ്ട്, ആർക്കെങ്കിലും വേണോ ഈ പറയണേ? എന്താണ് നിന്റെ പ്രശ്നം നബിൻ? ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ അത് പറഞ്ഞിട്ട് 1 മിനിറ്റ് പോലും ആയില്ല അരവിന്ദ്. നീ എന്തെങ്കിലും ചെയ്യാതെ ഇവന്മാർ ആരും അറിയില്ല. ബ്രോ, നിങ്ങൾ ആരെയോ റോളി എന്തോ. അത് നീ എങ്ങനെ ഉണ്ട്? അപ്പുറത്തുണ്ടായിരുന്നു. കുഴപ്പമില്ല ഉണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. നീ പോ. എന്നെ നോക്കണേ എന്തിന്? അവ അവിടെ നിന്ന് കണ്ടു കാണും. അവ അവിടെ കണ്ടു കാണുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ വാക്ക് നിനക്ക് മാത്രമല്ല അറിയുള്ളൂ. എന്റെ നിലമേ നിനക്ക് ഇത്ര ഡൗട്ടാണ്? നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞവരൊക്കെ വിളിച്ചു ചോദിരി. വിളിച്ചു ചോദിക്കാൻ കേട്ടോ. നാളെ വിളിച്ചു ചോദിക്കാം. സിമ്മൂരി കളഞ്ഞ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എന്നെ ആർക്കും കണക്ട് ചെയ്യാൻ പറ്റൂല. ഇവൻ എന്തൊരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്ന. ചിലപ്പോൾ അവൻ്റെ വാക്കും എൻ്റെ വാക്കും തമ്മിൽ വെട്ടിപ്പോവാൻ വിട്ട് കാണും. പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളക്കരയ്ക്ക് മളിച്ചു ചോദിക്കുക എന്ന പുതിയ വാക്ക് സമ്മാനിച്ച അരവിന്ദിന് അഭിനന്ദനങ്ങൾ.